പേടിച്ചു പോയോ? പേടിച്ചു പോയി, നല്ല പേടിച്ചു പോയി. ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, ജാമായിപ്പോയി. അത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുകയില്ലായിരുന്നു. 4 വയസ്സായ കൊച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അത് കാരണം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. പിന്നെ ബക്കറ്റിലാണ് കൊണ്ടുപോയത് കൊച്ചിനെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട കാരക്കാടുള്ള അനസിൻ്റെ വീട്ടിലാണ്. അനസിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ പുഴയുടെ തൊട്ടരികിലായിട്ടാണ്. മീനച്ചിലാർ നമുക്കിവിടെ ഒഴുകുന്നത് കാണാം. ആ മീനച്ചിലാർ കരകവിഞ്ഞപ്പോൾ ഇവിടെ വീട് പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം മനസ്സിലാകും. ഈ വീട്ടിലെ സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചുപോയി. നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഈ വീടിൻ്റെ മുറ്റത്ത് ഇവരിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ സാധനങ്ങൾ, സോഫ, ടേബിൾ ഉൾപ്പെടെ പൂർണ്ണമായും വെള്ളത്തിലായി പോയിരുന്നു. ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവണമെങ്കിൽ ഈ ചുമരിൽ നമുക്ക് നോക്കിയാൽ കാണാം. ചുമരിൽ ഒരു 1.5 ആൾ പൊക്കത്തിൽ, 1.5 ഒരു 2 ആൾ പൊക്കത്തിൽ വെള്ളം കയറിയതിൻ്റെ ചെളി പാട് നമുക്കവിടെ കാണാൻ കഴിയും. ഇവരുടെ ഗ്ലാസ്, ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ പൂർണ്ണമായും പൊട്ടിപ്പോയുന്ന നിലയിൽ അത്രയും ഭീകരമായിരുന്നു ഇവിടുത്തെ സാഹചര്യം. എന്ന് മാത്രമല്ല, ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും ഈ വീട് വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വ്യക്തമാകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ വീടിൻ്റെ തറ നമുക്ക് കാണാം, പുറത്ത് തള്ളി നിൽക്കുന്ന നിലയിൽ ഒരു വിള്ളൽ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വില്ലേജിൽ നിന്നുൾപ്പെടെ ആളുകൾ വന്ന് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല, മാറി താമസിക്കണം എന്നതാണ്. ഈ വീടിനകത്തേക്ക് കയറിയാലും കൂടുതൽ ഭീകരമാണ് കാഴ്ചകൾ. ഇവർ എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ഇവർ പറയുന്നത് കേട്ടാൽ നമുക്ക് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വലിയ പേടി തോന്നുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്കിത് ദൃശ്യങ്ങളിലേക്ക് വന്നാൽ കാണാം, ഈ വീടിൻ്റെ കട്ടിലപ്പടിയൊക്കെ പൂർണ്ണമായും മുങ്ങിയിരുന്നു. ഇതിലിത് ഇപ്പോൾ ഈ ചളിയും ഇതൊക്കെ വന്ന് തട്ടി ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വീടിൻ്റെ മുറികൾ പൂർണ്ണമായും വെള്ളത്തിലാവുന്ന നിലയിലാണ് ഇവിടെ സാഹചര്യങ്ങൾ ഉണ്ടായത്. ഇതിപ്പോൾ അത്യാവശ്യം വൃത്തിയാക്കി ഇവർ ഈ ചളിയൊക്കെ കോരി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ അടുക്കളയിലൊക്കെ വന്നാൽ നമുക്ക് കാണാം, ഇത് ഈ വീടിൻ്റെ ഒരു പുറത്തുള്ള ഒരു വർക്ക് ഏരിയ സ്പേസാണ്. അവിടെ ഇപ്പോഴും അത് ക്ലീൻ ചെയ്യാൻ ബാക്കിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ചളി ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടി. ഗ്യാസ് സിലിണ്ടർ, സ്റ്റൗവ്, അതുപോലെ മിക്സി ഉൾപ്പെടെയുള്ള ഇവരുടെ വീട്ടുപകരണങ്ങളെല്ലാം ചളിയിൽ പൂണ്ട് കിടക്കുകയാണ്. ഈ വീടിൻ്റെ വീട് സമ്പൂർണ്ണമായി വെള്ളത്തിനടിയിലാവുകയും ചളി വന്ന് അടിഞ്ഞുകൂടുകയുമായിരുന്നു. ഇവർ പറയുന്നത് വീട് ഇപ്പോൾ വെള്ളം ഇറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു മുട്ടോളം പൊക്കത്തിൽ ചളി ഉണ്ടായിരുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഇവർ ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് അറിയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഭീകരത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ നേരത്തെ ഇവർ അനസൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ട്. ഇതിൻ്റെ റൂഫിനോട് അടുപ്പിച്ച് ഒരു ചെറിയ സ്പേസ് ഉണ്ട്, സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസാണ്. അവിടെ കയറി ഇരിക്കുകയായിരുന്നു. പക്ഷേ വെള്ളം കയറി അവിടെ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് ഗൃഹനാഥൻ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഈ പെട്ടെന്ന് വെള്ളം കയറി വന്നു, നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? പിന്നെ 11-11:45 ആയപ്പോഴത്തേക്ക് വെള്ളം റോഡിൽ നിന്ന് കയറാൻ തുടങ്ങി. സാധാരണ അത്രയൊന്നും കയറാറില്ല, തിന്നവരെയൊക്കെ കയറി പോകാറുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്രയുള്ള രീതിയിൽ പെരയ്ക്കാത്ത സാധനമൊക്കെ പൊക്കി വെച്ചു. നാട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ വന്ന് സഹായിക്കാനൊക്കെ വന്നിട്ട് പോയി. അവർക്ക് അവരുടെ സഹായത്തിന് പേരിൽ പോകുന്നപ്പോൾ ഞങ്ങൾ മക്കൾ ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെയുള്ള സാധനമെല്ലാം കൂടെ പൊക്കി വെച്ചിട്ടും സമയത്ത് പെട്ടെന്ന് 2-3 മണിക്കൂർ കൊണ്ടാണ് കട്ടിളപ്പടിയുടെ അവിടെയൊക്കെ വെള്ളം കയറി വന്നത്. ഞാനും എൻ്റെ മകളും വൈഫും കൊച്ചുമകളും ഉണ്ടായിരുന്നു, 5-6 വയസ്സായ. അവരെല്ലാം കൂടെ ആപ്പാടെ കുടുങ്ങി മൊത്തം പൊങ്ങിക്കയറി വന്നപ്പോൾ നാട്ടുകാരെ ഞങ്ങൾ പൊക്കി രക്ഷപ്പെടണമുള്ളെന്ന രീതിയിൽ എൻ്റെ തിട്ടൻ മേളത്ത് കയറി ഇരുന്നു. ലാസ്റ്റ് 10-40 സന്നദ്ധ പ്രവർത്തകർ, റെസ്ക്യൂ ഫോഴ്സിൻ്റെ സന്നദ്ധ പ്രവർത്തകർ വന്നിട്ടാണ് ഞങ്ങളെ കയറയിൽ കെട്ടി വെളിയിലേക്ക് ഞങ്ങളെ ബക്കറ്റിലൊക്കെ ആയിട്ട് വെളിയിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത്. പിന്നെ വീട് രാവിലെ നോക്കി വെള്ളം ഇറങ്ങിയപ്പോഴത്തേക്ക് വീട് വാസയോഗ്യമല്ലാത്തത് തറയിൽ നിന്ന് ഇടിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അതിനിപ്പോൾ എന്താണെല്ലാം മാറണമെന്നൊന്നും അറിയത്തില്ല. എല്ലാം മൊത്തം പോയി. ഇനിയിപ്പോൾ ഒന്നേന്ന് എന്താണെന്ന് തുടങ്ങണം. നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ചു പോയി, നല്ല പേടിച്ചു പോയി. ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, ജാമായിപ്പോയി. അത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുകയില്ലായിരുന്നു. 4 വയസ്സായ കൊച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അത് കാരണം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. പിന്നെ ബക്കറ്റിലാണ് കൊണ്ടുപോയത് കൊച്ചിനെ. പിന്നെ ഞങ്ങൾ കയർ കെട്ടിയാണ് കൊണ്ടുപോയത്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾക്ക് ഫ്രണ്ടിലൂടെ ഏകദേശം 2 ആൾ പൊക്കത്തിൽ വെള്ളമുണ്ട്. അതിലേ വരാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പുറകിലൂടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ വട്ടികൊട്ട പാലം തകർന്ന റോഡുണ്ട്, ആ റോഡിൻ്റെ താഴേക്കൂടെ ഇറങ്ങി ഇവിടെ വന്നപ്പോൾ ഇവിടെ 1.5 ആൾ വെള്ളമുണ്ട്.
ഇവിടെ 1.5 ആൾ വെള്ളം നിൽക്കുമ്പം ഞങ്ങളുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയാൻ വടം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒന്നും നോക്കാതെ ഇതിൻ്റെ അടിയിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ അവിടെ നിന്ന് കരഞ്ഞ് നാട്ടുകാരോട് പറയുകയാണ്, പിന്നെ എൻ്റെ മാതാവും പിതാവും എൻ്റെ സഹോദരിയും സഹോദരിയുടെ കുട്ടിയും ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വടത്തേൽ കയറ് കെട്ടി ഇങ്ങോട്ട് വരികയും ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവർക്ക് വാതിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടുത്തെ ഗൃഹനാഥൻ 3-4 പ്രാവശ്യം മുങ്ങിയിട്ടാണ് വാതിൽ തുറക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുട്ടിയെ ബക്കറ്റിനകത്ത് മുക്കി പൊക്കിയെടുക്കുന്ന രീതിയിലാണ്. ഈ കട്ടളയുടെ മുകളിൽ നിൽക്കുകയാണ് ഈ ചെളി ഇവിടെ നിൽക്കുന്നത്. ഈ കട്ടളയുടെ ഇതിനകത്തൂടെ മുക്കി പൊക്കിയാണ് കുട്ടീനെ ആദ്യം രക്ഷപ്പെടുന്നത്. അതിനുശേഷം ഇവിടുത്തെ മോളെയും ഈ പിതാവിനെയും മാതാവിനെയും ഞങ്ങൾ രക്ഷപ്പെടുത്തി. ഒരു 5-10 മിനിറ്റൂടെ സമയം വെള്ളം കയറി പോയിരുന്നെങ്കിൽ ഇവിടുന്ന് 4 ബോഡിയായിരുന്നു ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളായിരുന്നു. ദൈവാധീനം എന്ന് പറയട്ടെ, ഞങ്ങൾ ഇവിടെ ഓടിയെത്തുകയും ഞങ്ങളുടെ ടീം റെസ്ക്യൂവിൻ്റെ ഏകദേശം ഒരു 14 അംഗങ്ങൾ ഞങ്ങൾ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഭയങ്കര ഒരു ഭീകരമായിരുന്നു ഈരാറ്റുപേട്ടയിൽ ആ ഉരുളുപൊട്ടൽ താണ്ഡവമാടിയത്. ഇപ്പോഴും ഞങ്ങൾ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വന്ന് നേരത്തെ എടുത്തു പോയതാണ്. ഞങ്ങളിപ്പം അതാണ് ഇവിടെ പൂർണ്ണമായും ഈ അടിയിലായ നിലയിലാണ് ഈ വീട് ഉണ്ടായിരുന്നത്. അല്പസമയം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മറ്റൊരു രീതിയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അത്രയും ഭീകരമായിരുന്നു അവസ്ഥ എന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP ഇൻ റിപ്പോർട്ടർ, കോട്ടയം.